യെശയ്യാ 30:19. ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണിത്. ഇനിമേൽ നീ കരയുകയില്ല. ജെറമിയ 31:16. കരച്ചിൽ നിർത്ത്, കണ്ണീര് തുടക്കി, നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം തരും. നിന്റെ കരച്ചിൽ നിർത്താൻ, ഈ കരച്ചിലിൻ്റെ കാരണം എന്താണോ അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കും. നിങ്ങൾ ഒരുപക്ഷേ നിന്റെ പാപമായിരിക്കാം നിന്റെ ഇന്നത്തെ കരച്ചിലിൻ്റെ കാരണം. ഒരുപക്ഷെ നിന്റെ ദുശ്ശീലങ്ങളാകാം, നാളുകളായിട്ടുള്ള മദ്യം തുടങ്ങിയ മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾ ആയിരിക്കാം. ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം. ഒരുപക്ഷെ കടബാധ്യതകൾ, തകർച്ചകളായിരിക്കാം നിന്റെ കരച്ചിലിന് കാരണം. ആ കാരണം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ. 120-ാം സങ്കീർത്തനം 1-ാം വചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളും. വചനം കേട്ടെ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വലുതുകരം ഉയർത്തി പറഞ്ഞു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 120-ാം സങ്കീർത്തനം 120-ാം സങ്കീർത്തനം 1-ാം വചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി നിൽക്കുക. സങ്കീർത്തനം 34:18-19. സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കും. ആരാ നീതിമാൻ? യേശു ക്രിസ്തുവിന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തി, യേശുവിന്റെ ക്ഷമയിൽ ജീവിക്കുന്ന വ്യക്തി, പാവപ്പെട്ടവരെ സഹായിച്ച് യേശുവിനെ പോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തി, അവൻ നീതിമാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെ അവന്റെ സകലവിധ ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 10:17. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്മാരല്ലേ, നിന്റെ ഈ കണ്ണുനീരിന്റെ കാരണം തമ്പുരാന്റെ കയ്യിൽ കൊടുക്കാൻ അവിടുന്ന് ഏറ്റെടുക്കുന്നു. എന്തിനാ യേശു വന്നേ? നമ്മുടെ വേദനകളുടെ കാരണങ്ങൾ ഏറ്റെടുക്കാൻ. യേശു മനുഷ്യരൂപം സ്വീകരിച്ചു. ആ യേശുവാണ് ഈ അപ്പത്തിലിരിക്കുന്നത്. ശ്രദ്ധിച്ചോ വചനം. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലുതുകരം എത്തിയേറ്റ് പറഞ്ഞ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സങ്കീർത്തനം 10:17. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കേ. 37-ാം സങ്കീർത്തനം 5-ാം വചനം. നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക,
കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഒന്ന് ഹല്ലേലൂയ പറയൂ. ഹല്ലേലൂയ. നിന്റെ കരച്ചില് അതിന് ഉത്തരം ഉടനെ കിട്ടിയില്ലെങ്കിലും നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ, കർത്താവിൽ വിശ്വാസമർപ്പിച്ച് കർത്താവുമായുള്ളൊരു ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ. ഈ ബന്ധം അവസാനിപ്പിക്കാനല്ല പറയണേ, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടെ നിന്നെ നോക്കിക്കൊള്ളും. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ വചനം? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നീ അത് പിടിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് ചങ്ങാസി പറഞ്ഞില്ലേ. നമ്മളിതൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ പിടുത്തങ്ങ് വിടാൻ, ആ പിടുത്തം തമ്പുരാന് കൊടുക്കാൻ. ഒന്ന് ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 34:9-10. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ബോധ്യത്തിലേക്ക് വാ. എനിക്ക് കുഞ്ഞിനെ തരാൻ തമ്പുരാന് കഴിയും, എൻ്റെ കടബാധയെ മാറ്റി തരാൻ കഴിയും. ആ ബോധ്യം തരാൻ ഈശോ അല്പം വൈകിക്കുന്നെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. 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 നമ്മുടെ കഷ്ടതകൾ, തകർച്ചകളെല്ലാം, നമ്മുടെ കണ്ണുനീര്, ദുഃഖമെല്ലാം ഈശോയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തിട്ട് രണ്ട് കരം എത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഇട്ടിപ്പെട്ടുന്ന ശബ്ദത്തിൽ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്വരമുയർത്തി പോരാകട്ടോ, പോരാകട്ടെ, പോരാ പോരാ പോരാ. സ്തുതിക്കട്ടെ, 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 എല്ലാം മറന്ന് സ്തുതിച്ച് സ്തുതിച്ച് കൈയടിച്ച് 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 ശക്തിയോടെ. ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, ആടി പാടി തിമിർത്ത് പാടണം. ശക്തിയോടെ കൈയടിച്ച് എല്ലാവരും. പോരാ, ഇതൊന്നും പോരാ, ഉത്സാഹം പോരാ, ഉണർവ് പോരാ. ദാവീദ് വാഗ്ദാന കൂടാറ്റും നൃത്തം ചെയ്ത പോലെ ഒന്ന് സന്തോഷം ആടിപ്പാടി കൈയടിച്ച്. ആ കാലയ്ക്കൊന്ന് അനക്കുക, കാണട്ടെ, കാലയ്ക്കൊന്ന് അനക്കുക. ആ ശക്തിയോടെ കൈയടിച്ച്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, എല്ലാവരും പാടിക്കേ. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, പാടിക്കേ. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരങ്ങൾ ഉയർത്തി എൻ്റെ ഈശോയെ എന്നൊന്ന് വിളിച്ച്. വിശ്വാസികൾ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവരെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച വീട് കുലുങ്ങി. അവർ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു, അഭിഷേകത്തോടെ. എല്ലാം മറന്ന്, എല്ലാം മറന്ന് കൈയടിച്ചേ, കൈയടിച്ചേ. രണ്ട് വസ്തിക്ക് റൈറ്റ് ലെഫ്റ്റ് കൈയടിച്ചേ. പോരാ, കൈയടിച്ച് എല്ലാവരും രണ്ട് വസ്തി കൈയടിക്കും. ഒന്ന് അനങ്ങി കൈയടിച്ചേ. ചിലർ ഇപ്പോഴും അനങ്ങുന്നില്ല. കൈയടിച്ച് എല്ലാവരും. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവളനെ
പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പഠിക്കേ. വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കരമുയർത്തി കഴിച്ച് കഷ്ടങ്ങൾ സാരമില്ല, കരമുയർത്തി തുള്ളി ചാടി കൈയടിച്ച് സാരമില്ല, എല്ലാവരും കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരമുയർത്തി എന്റെ ഈശോയെ ഒന്ന് വിളിച്ച് ശരമുയർത്തി കൈയടിച്ച് രണ്ട് വസ്തി കൈയടിച്ച് സങ്കീർത്തനം 56:8 അവിടുന്ന് എൻ്റെ അലച്ചിലകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ശക്തിയോടെ കൈയടിച്ച് യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഉണരുകമാ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഉണരുക. കരമുയർത്തി കൈയടിച്ച് കഷ്ടങ്ങൾ സാരമില്ല, എല്ലാവരും കരമുയർത്തി കണ്ണുനീർ സന്തോഷത്തോടെ സാരമില്ല, എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ, സാരമില്ല, എല്ലാ അസ്വസ്ഥകളും വിട്ടുപോകട്ടെ, കണ്ണുനീർ സാരമില്ല, പകർച്ചകൾ വിട്ടുപോകട്ടെ, രോഗപീഠകൾ രോഗാണുക്കൾ വിട്ടുപോകട്ടെ. നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, സ്തോത്രം സ്തോത്രം കണ്ണുനീർ സാരമില്ല. സ്തോത്രം സ്തോത്രം സിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുനീർ സാരമില്ല, എന്റെ ഈശോയെ കഷ്ടങ്ങൾ എന്ന് വിളിച്ച് സാരമില്ല, കണ്ണുനീർ സാരമില്ല. അഭിഷേകത്തോടെ വിളിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. സ്വരമുയർത്തി എല്ലാവരും വിളിച്ചു, എല്ലാവരും വിളിച്ചു. രണ്ട് കരങ്ങൾ തലയ്ക്ക് മണി കമഴ്ത്തി വെച്ച് നിന്റെ കരച്ചിലിന്റെ കാരണം എന്താ ഒന്ന് ചിന്തിച്ച്. ആ കാരണം തമ്പുരാന്റെ കയ്യിൽ കൊടുത്താൽ ആ കാരണം തമ്പുരാൻ ഏറ്റെടുക്കും. പിന്നെ നിനക്ക് കരയേണ്ടി വരില്ല. പാപമാകാം, ദുശീലങ്ങളാകാം, തകർച്ചകളാകാം, പരാജയമാകാം, തോൽവിയാകാം, രോഗമാകാം, നിരാശയാകാം, ദുഃഖമാകാം. ആ കാരണം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. എങ്കിൽ നിനക്ക് കരയേണ്ടി വരില്ല. നീ മുറുകെ പിടിക്കേണ്ടത് നിന്റെ പ്രശ്നങ്ങളല്ല, ഈ പ്രശ്നങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ച കാരണങ്ങൾ തമ്പുരാന്റെ കയ്യിൽ കൊടുക്കാൻ. അത് വിട്ടുകൊടുക്കില്ല നമ്മൾ. അത് പിടിച്ചുകൊണ്ടിരിക്കുക. അത് പിടിച്ചുകൊണ്ടിരുന്നാൽ നിനക്കൊരു ബ്ലസ്സിങ് വരാൻ പോണില്ല, ഒരു അനുഗ്രഹം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ആ തമ്പുരാന്റെ കയ്യിൽ കൊടുക്കുക. ആ പ്രശ്നത്തിന്റെ കാരണം തമ്പുരാന്റെ കയ്യിൽ കൊടുക്കുക. ഒരുപക്ഷേ ഒരു തകർച്ചയാകാം നിന്നെ ഷോക്കിലേക്ക് നയിച്ചത്. ഒരു തകർച്ചയാകാം നിന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെക്കാനുള്ള ആ ചിന്തയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നത്. എന്തുമാകട്ടെ, നീ ചെയ്തൊരു പാപമായിരിക്കാം ഇന്ന് കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. നിന്നെ അടിമപ്പെട്ട ദുശീലങ്ങളാകാം നിന്റെ തകർച്ചയ്ക്ക് കാരണം. എന്തുമാകട്ടെ, അതങ്ങ് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തോ. രോഗങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവരും ഇത് അനുഗ്രഹം ഒഴുകുന്ന നിമിഷമാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയുടെ നിമിഷമാണ്. നിങ്ങളുടെ കരച്ചിലിന്
ഒരു പരിഹാരം ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്. ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ, വിശ്വാസത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ഇതാ ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. നിൻ്റെ ഈ വേദന ഒരു ആരാധനയാക്കി മാറ്റാൻ ദൈവം തന്നൊരു അവസരമായി കണ്ട് ദൈവത്തെ ആരാധിക്കുക. അതുപോലെ ഈ ബോധ്യത്തിൽ വളരണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ കടബാധ്യത മാറും, എനിക്ക് കുഞ്ഞിനെ കിട്ടും, വിവാഹ തടസ്സം മാറും. ഈ ബോധ്യം, ഈ 3 പോയിന്റുകൾ മറക്കരുത്. മുട്ടുകുത്താം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സരസുതരി, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, ഈശോയേ ആരാധന, 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 ആരാധന. കർത്താവേ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ സമൂഹത്തിന് പേര് കരുണയായിരിക്കണമേ, കൂട്ടായ്മയുടെ പേര് കരുണയായിരിക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികൾക്ക് വേണ്ടി, ദുഃഖിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ മേലും കരുണ വർഷിക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും ആശീർവദിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പരിശുദ്ധനെ ആരാധന, പരിശുദ്ധനെ ആരാധന, പരിശുദ്ധനെ ആരാധന, ആരാധന, ആരാധന.